الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على حي على حي على حي على الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد
أشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हज़रत मसीह मौऊद अलैहिस्सलाम अपने एक शेरी कलाम में फरमाते हैं ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു കവിതാശകലത്തിൽ പറയുന്നു, ഇത് മസീഹിന്റെ കാലമായിരുന്നു, മറ്റാരുടെയും കാലമായിരുന്നില്ല. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റാരെങ്കിലും വരുമായിരുന്നു. ആ മഹാത്മാവ് തന്റെ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നു, ചില അല്പജ്ഞാനികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വ്യാജേന ഇൽഹാൻ ലഭിക്കുന്നു എന്ന് വാദിച്ചിരിക്കുകയാണെന്നാണ്. ഇത് തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയാണിത്. അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം ജനങ്ങളിൽ കുറഞ്ഞുവരുന്ന കാലത്ത് എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. അള്ളാഹു ആ വ്യക്തിയോട് സംസാരിക്കുന്നു. അദ്ദേഹം മുഖേന തന്റെ അത്ഭുത പ്രവർത്തികൾ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇന്ന് 22 മാർച്ചാണ്. മാർച്ച് 23-ന് അഹമ്മദിയ ജമാഅത്തിനകത്ത് മസീഹ് മൗദ് ദിനമായി ആചരിച്ചു വരുന്നു. നാളെ മാർച്ച് 23-ആണ്. ഇത് സംബന്ധമായി ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം വാക്കുകളിൽ ആ മഹാത്മാവിന്റെ സത്യത്തിനുള്ള സാക്ഷ്യങ്ങൾ, അള്ളാഹുവിന്റെ സഹായങ്ങൾ, ഇമാമുസ്സമാന്റെ ആവശ്യം, മുസ്ലിങ്ങളെ അദ്ദേഹത്തിൽ വിശ്വസിക്കാനും അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലാക്കാനുമുള്ള ക്ഷണം എന്നിവയെല്ലാം കേൾപ്പിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളിൽ കേൾപ്പിക്കുന്നതാണ്. പറയുന്നു, വാഗ്ദത്ത മസീഹിന്റെ വാഗ്ദത്ത മസീഹിന്റെ അടയാളങ്ങളായി പറയപ്പെട്ട ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും പ്രത്യക്ഷപ്പെടേണ്ട ദുരന്തങ്ങൾ എല്ലാം എന്റെ കാലത്ത് പ്രത്യക്ഷമാവുകയുണ്ടായി. റമദാനിൽ സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ ഉണ്ടായിട്ട് കാലമേറെയായി. സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ അത് പ്രകടമായി. നക്ഷത്രം, വാൽ നക്ഷത്രം വെളിപ്പെട്ടിട്ടും കുറേയായി. ഭൂകമ്പങ്ങൾ വന്നു, മഹാമാരി വന്നു. പ്ലേഗ് പോലുള്ള രോഗങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുമതം അതിശക്തമായ നിലയിൽ ലോകത്ത് വ്യാപിക്കുകയുണ്ടായി. മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ അതിശക്തമായ നിലയിൽ ഞാൻ നിഷേധിക്കപ്പെടുകയും ചെയ്തു. ഇതും പ്രവചനമായിരുന്നു. മുൻ ഭക്തന്മാർ ഇതെല്ലാം എഴുതിവച്ചിരുന്നു. വാഗ്ദത്ത മസീഹ് വരുമ്പോൾ അദ്ദേഹം നിഷേധിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തെ കള്ളനാണെന്ന് പറയും, കാഫിറാണെന്ന് പറയും. ഇങ്ങനെയുള്ള എല്ലാ അടയാളങ്ങളും പുലരുകയുണ്ടായി.
അതോടൊപ്പം ഹൃദയങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന വിജ്ഞാനങ്ങളും ആത്മജ്ഞാനങ്ങളും വെളിപ്പെടുകയും ചെയ്യുകയുണ്ടായി. फरमाया कि ये चीजें सारी जाहिर हो रही हैं, फिर भी तुम लोग होश नहीं करते. फिर ആ മഹാത്മാവ് തന്റെ സത്സാക്ഷ്യത്തിനായാണ് ഇത് പറഞ്ഞത്. ഇതെല്ലാം പ്രത്യക്ഷമായിട്ടും कि मैं നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇതേപോലെ മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, उसके पैराव बनना चाहते हैं, നേച്ചറിനെയും उनके लिए खुदा ताला ने പ്രകൃതിയെയും പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് वो मेरे दावे को कबूल करें, क्योंकि वो लोग അള്ളാഹു इन मुश्किलात में വളരെ ഉന്നതമായ ഒരവസരമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് എന്റെ വാദം അംഗീകരിക്കാൻ എളുപ്പമാണ്. കാരണം ഞങ്ങളുടെ മറ്റുള്ള എതിർകക്ഷികൾ അകപ്പെട്ടതുപോലുള്ള വിഷമസന്ധിയിൽ ഇവർ അകപ്പെട്ടിട്ടില്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്നവർ इसके उन्हें ये भी मानना पड़ता है വാഗ്ദത്ത മസീഹിന്റെ വാദത്തെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കേണ്ടതാണ്. हदीस में मौजूद പറയുന്നു, വാഗ്ദത്ത മസീഹിനെ കുറിച്ച് ഹദീസുകളിൽ പറയപ്പെട്ട പ്രവചനം മുത്തവാത്തിറായിട്ടുള്ളതാണ്. उनका काम नहीं. बस इस सूरत में ये बात जरूरी तो അത് നിഷേധിക്കുക എന്നത് ബുദ്ധിമാനായ ആർക്കും യോജിച്ചതല്ല. आने वाला मसीह അതുകൊണ്ട് വരാനിരിക്കുന്ന മസീഹ് ഇതേ ഉമ്മത്തിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് അവർക്ക് തീർച്ചയായും അംഗീകരിക്കേണ്ടതായി വരുന്നു. मसीह मऊद होने का कबूल करें. എന്നാൽ വാഗ്ദത്ത इस उम्मत में मसीह मऊद മസീഹാണെന്ന വാദം ये किस ഞങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്ന അവരുടെ ചോദ്യം പ്രസക്തമാണ്. വാഗ്ദത്ത മസീഹ് ഇതേ ഉമ്മത്തിൽ നിന്നായിരിക്കും എന്നത് ശരിയാണെങ്കിലും വാഗ്ദത്ത മസീഹ് താനാണെന്ന വാദം ഞങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം അർത്ഥവത്താണ്. ആ വാഗ്ദത്ത മസീഹ് താങ്കൾ തന്നെയാണെന്നതിനുള്ള തെളിവ് എന്താണ്? मसीह मऊद का जाहिर होना അതിനുള്ള മറുപടി ഇതാണ്. शरीफ और अहाद ഏത് കാലത്ത്, ഏത് നാട്ടിൽ, ഏത് പ്രദേശത്ത് വാഗ്ദത്ത മസീഹ് വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയുന്നുവോ? ഏതെല്ലാം സുപ്രധാന പ്രവർത്തനങ്ങളാണ് മസീഹിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? मसीह मऊद के जाहिर होने की इलामात बयान फरमाया गया है. വാഗ്ദത്ത മസീഹിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂതലത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രത്യക്ഷമാകുന്ന വിപത്തുകൾ ഏതൊരു ദിവ്യജ്ഞാനത്തെക്കുറിച്ച് വാഗ്ദത്ത മസീഹിന്റെ പ്രത്യേക ഗുണമായി എടുത്തു പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അല്ലാഹു തആല എന്നിലും എന്റെ കാലത്തും എന്റെ നാട്ടിലും എന്റെ കാലത്തും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. आपने കൂടാതെ उमरा हुक्म अज़्बे कौम സംതൃപ്തി കൈവരുന്നതിനായി ആകാശീയമായ പിന്തുണ എനിക്ക് നൽകിയിരിക്കുന്നു. തുടർന്ന് ഫാർസി കവിത പറയുന്നു, ചൂമരാഹുക്കും മസീദ് ഖൗമെ മസീദാദ അൻ മുസ്ലിയത്ത് ഇബ്നു മറിയം നാമമൻ പിൻഹാദ് ഹന്ദ് कि मुझे ആസ്മാൻ ഭാരത് നിഷാൻ അസ് വക്ത് മീ ഗോയത് ജമീൻ ഈൻ ദോ ഷാഹിദ് അസ് പേ തസ്ദീഖ് മൻ ഉസ്താദ് അന്ത്. മസീഹിന്റെ സമൂഹത്തിനായി ഞാൻ കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്റെ പേര് ഇബ്നു മറിയം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ആകാശം അടയാളങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയും വിളിച്ചു പറയുന്നു സമയം ഇതാണെന്ന്. ഈ രണ്ട് സാക്ഷികളും എനിക്കായി സാക്ഷി പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും സൂചന ലഭിക്കുന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ സദൃശ്യനാണ്. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ പരമ്പര മൂസാ നബിയുടെ ഖിലാഫത്തിന്റെ പരമ്പരയോട് പൂർണ്ണമായി യോജിച്ചു വരുന്നു. അവസാന കാലത്ത് ഇസ്രായേലി നുബുവത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ और एक दूसरे की तकसीब करेगा और एक ബനി ഇസ്രായേൽ വിവിധ കക്ഷികളായി പിരിയുകയും പരസ്പരം കളവാക്കുകയും എത്രമാത്രമെന്നാൽ तब अल्लाह ചിലരെ കാഫിറാണെന്ന് വരെ പറയുകയും ചെയ്യുമ്പോൾ മൂസാ നബിയുടെ ദീനിനെ സംരക്ഷിക്കുന്നതിനായി അള്ളാഹു ഒരു പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതാണെന്നും ഹദ്റത്ത് മൂസാ നബിയോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹം ബനി ഇസ്രായേലിലെ വിവിധ ആടുകളെ തന്റെ പക്കൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ചെന്നായിയെയും ചെമ്പരിയാടിനെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. എല്ലാ കക്ഷികൾക്കും വിധികർത്താവായി വന്നുകൊണ്ട് ആഭ്യന്തര ഭിന്നതയെ അവരുടെ ഇടയിൽ നിന്നും നീക്കിക്കളയുന്നതാണ്. മർദ്ദിതരെയും മർദ്ദകരെയും ഒരുമിച്ച് കൂട്ടും. ഇത് ഈസാ നബിയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. അദ്ദേഹം വിദ്വേഷത്തെയും പകയെയും അകറ്റുന്നതാണ്. ഇതേ വാഗ്ദാനം വിശുദ്ധ ഖുർആനിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്കാണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനം വിരൽ ചൂണ്ടുന്നത്. ആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. हो जाएंगे ഹദീസുകളിൽ ഇതിന്റെ വിശദീകരണം കാണാവുന്നതാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, യഹൂദികൾ എത്ര കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടോ ഈ ഉമ്മത്തും അത്ര തന്നെ കക്ഷികളായി പിരിയുന്നതാണ്. ഈ കക്ഷികൾ പരസ്പരം കളവാക്കുകയും കാഫിറാക്കുകയും ചെയ്യും. അവരെല്ലാം പരസ്പരം
വിദ്വേഷത്തിലും ശത്രുതയിലും പകയിലും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. बुग़्ज़ से പരസ്പരം വിദ്വേഷത്തിലും ശത്രുതയിലും മത്സരിച്ച് മുന്നേറുന്നവരായിരിക്കും. हुक्म होकर ना दुनिया में आवे, और जब वो हुक्म होकर आएगा വാഗ്ദത്ത മസീഹ് बुग़्ज़ വിധികർത്താവായി ഭൂമിയിൽ വരുന്നതുവരെ ഇത് തുടരും. അദ്ദേഹം ഹക്കം ആയി വന്നാൽ വിദ്വേഷവും പകയും എല്ലാം ദൂരീകരിക്കും. यानी बुग़्ज़ और कीना और दुश्मनी जो है उसको दूर कर देगा। और उसके जमाने में भेड़िया വിദ്വേഷവും പകയും എല്ലാം അകറ്റുന്നതാണ്. ज़ालिम അദ്ദേഹത്തിന്റെ കാലത്ത് ചെന്നായും ചെമ്മരിയാടും ഒരു സ്ഥലത്ത് ഒന്നിക്കും. एक दिन पर कायम हो മർദ്ദകരും മർദ്ദിതരും खुदा ताला की ശക്തരും ദുർബലരും रजा है। उसकी എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു മതത്തിൽ നിലയുറപ്പിക്കും. ये बात तमाम तारीख जानने वालों को मालूम है അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം അവരെല്ലാവരും ശ്രമിക്കും. कि जब इसराइली कौमों में ഇസ്രായേലി സമൂഹത്തിനിടയിൽ हो गया था, വലിയ ഭിന്നത നിലനിന്നിരുന്ന കാലത്താണ് ഈസാ നബി വന്നിരുന്നതെന്ന് ये ऐसे वक्त में आया है ചരിത്ര പഠിതാക്കൾക്ക് അറിയാവുന്നതാണ്. इंतहा तक അവർ और एक അപ്പോൾ പരസ്പരം കളവാക്കുന്നതിലും കാഫിറാക്കുന്നതിലും മുഴുകിയിരിക്കുകയായിരുന്നു. അതേപോലെ മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര ഭിന്നത അതിരൂക്ഷമായ കാലത്താണ് ഈ വിനീതനും ആഗതനായിരിക്കുന്നത്. ഇവിടെയും ഒരു കക്ഷി മറ്റേ കക്ഷിയെ കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. देख लें ഈ ഭിന്നതയുടെ അവസരത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഒരു ഹക്കമിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ അള്ളാഹു എന്നെ വിധികർത്താവായി അയച്ചിരിക്കുകയാണ്. के लिए ഇന്നും കുഫർ വത്വ പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്നു. पर उनके फतवे जो है वो कायम ചീത്ത വിളിക്കാനും കാഫിറാക്കാനും ഇവർ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ ഒന്നിച്ചു ചേരുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ പരസ്പരമുള്ള കുഫർ വത്വ ഇപ്പോഴും നിലനിൽക്കുന്നു. പറയുന്നു, जैसा कि ഇവിടെ അത്ഭുതകരമായ ഒരു സാദൃശ്യം കൂടിയുണ്ട്. അതിന് ഖുർആന്റെയും ഹദീസിന്റെയും സൂചനയും ലഭിക്കുന്നുണ്ട്. ഹദ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം 14 നൂറ്റാണ്ടിലാണ് ജനിച്ചത്. ഇതേപോലെ ഈ വിനീതനും അള്ളാഹുവിൽ നിന്നും 14 നൂറ്റാണ്ടിലാണ് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഉന്നത സ്ഥാനീയരായ ആത്മദർശനം സിദ്ധിച്ചവർ മസീഹ് മഊദ് 14 നൂറ്റാണ്ടിൽ വെളിപ്പെടുമെന്ന് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. इशारा फरमाया പറയുന്നു, അള്ളാഹു എന്റെ പേര് ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് വെച്ചുകൊണ്ടും ഇതിലേക്കാണ് സൂചന നൽകുന്നത്. കാരണം എന്റെ പേരിൽ 1300 എന്ന സംഖ്യ പൂർത്തിയാകുന്നുണ്ട്. ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നത് അബ്ജദിന്റെ കണക്കനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ 1300 എന്ന് വരും. ചുരുക്കത്തിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വരാനിരിക്കുന്ന മസീഹ് 14 നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെടുമെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിനിടയിൽ ഭിന്നതയും പരസ്പര വിദ്വേഷവും വെച്ചു പുലർത്തുകയും ചെയ്യുന്ന കാലത്തായിരിക്കും അദ്ദേഹം വരിക. फरमाया कि नसूस സത്യസാക്ഷ്യത്തിനുള്ള മറ്റൊരു തെളിവ് നൽകുന്നു. പറയുന്നു, अरबी अपने एक कश्फ में ये लिखते हैं कि वो खातमुल वलायत है ഫസൂസുൽ ഹക്കം എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് ഇബ്നുൽ അറബി തന്റെ ഒരു കശ്ഫിൽ എഴുതുന്നു, അദ്ദേഹം ഖാത്തമുൽ വലായത്ത് ഇരട്ടയായാണ് ജനിക്കുക, അതായത് മസീഹ് മൗദ്. അദ്ദേഹത്തോടൊപ്പം ഒരു പെൺകുട്ടിയും ജനിക്കുന്നതാണ്. അദ്ദേഹം ചൈനയുമായി ബന്ധപ്പെട്ട ആളായിരിക്കും. को पूरा कर दिया। അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചൈനയിൽ താമസിക്കുന്നവരായിരിക്കും. അതിനാൽ അള്ളാഹുവിന്റെ ഇംഗിതം ഇതെല്ലാം പൂർത്തിയാക്കി കാണിച്ചു. ഞാൻ ഇരട്ടയാണ് ജനിച്ചതെന്ന് എഴുതുകയുണ്ടായി. എന്നോടൊപ്പം ഒരു പെൺകുട്ടിയും പിറന്നിരുന്നു. ഞങ്ങളുടെ പൂർവികർ സമർക്കന്ദിലുമായി ബന്ധപ്പെട്ടവരാണ്, അത് ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. कि कुरान शरीफ की रूह से कोई പറയുന്നു, मामूर मिनल्लाह होने का ഞാൻ മുമ്പും എഴുതിയിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ദൈവനിയോഗിതനാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാദം സമ്പൂർണവും പരിപൂർണവുമായ നിലയിൽ സ്ഥാപിക്കപ്പെടുന്നത് 3 രീതിയിൽ അത് തെളിയിക്കപ്പെടുമ്പോഴാണ്. ഒന്ന്, के मुखालिफ न हो। പ്രാമാണികമായ തെളിവ് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിന് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ വാദം വിശുദ്ധ ഖുർആന് വിരുദ്ധമാകാൻ പാടില്ല. तीसरे ये രണ്ടാമത്തേത്, ബുദ്ധിപരമായ തെളിവ് അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ആകാശീയമായ അടയാളങ്ങൾ ആ വാദിയെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ചുരുക്കത്തിൽ ഈ 3 തെളിവുകളുടെ അടിസ്ഥാനത്തിലും എന്റെ വാദം സത്യപ്പെടുന്നു. ഹദീസിലെ ശക്തമായ തെളിവുകൾ സത്യാന്വേഷികൾക്ക് യഥാർത്ഥ ഉൾക്കാഴ്ച നൽകുന്നു. कि झिटाई और സത്യാന്വേഷികളാണെങ്കിൽ അവർക്ക് ഇത് മതിയാകുന്നതാണ്. പിടിവാശിയാണെങ്കിൽ തെളിവായിരിക്കുകയില്ല. സത്യാന്വേഷികൾക്ക് പൂർണ്ണ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഇതെല്ലാം. उनमें से
मसीह माऊद എന്റെ വാദത്തെക്കുറിച്ച് സമ്പൂർണ്ണ സംതൃപ്തി അവർക്ക് നൽകുന്നു. അതിലൊന്ന് चुनाचे सही बुखारी മസീഹിനെ കുറിച്ചുള്ള के सफा जो किताब വ്യത്യസ്ത രൂപങ്ങളുടെ വിവരണം ഉൾക്കൊള്ളുന്നു. സഹീഹ് ബുഖാരി പേജ് 876 और 1055, लेकिन बारह മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു പുസ്തകത്തിൽ നിന്നാണോ തന്റെ ഉദ്ധരണി നൽകിയത് അതിന്റെ പേജ് 458 ഇങ്ങനെയുള്ള പേജുകൾ എഴുതുന്നുണ്ട്. ബാബ് നുസൂൽ ഈസ കിതാബുൽ അംബിയായിൽ ബുഖാരിയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. मसीह माऊद के അതിൽ खुलिए दर्ज हैं जो अलग अलग हैं. മുഹമ്മദി മസീഹിന്റെ രൂപവും മസീഹ് നാസിരിയുടെ രൂപവും വിവരിച്ചിട്ടുണ്ട്. അത് രണ്ടും വ്യത്യസ്തമാണ്. जिसमें ഈ ഗ്രന്ഥത്തിൽ हजरत सल्लल्लाहु अलैहि वसल्लम മസീഹിനെ സംബന്ധിച്ചുള്ള ഹദീസുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ और उसमें उसका हुलिया ये लिखा है कि वो गंदम കഅബ വലയം ചെയ്യുന്നതായി और उसके बाद കശ്ഫിന്റെ അവസ്ഥയിൽ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന്റെ രൂപം എഴുതിയിട്ടുള്ളത് അദ്ദേഹം ഗോതമ്പിന്റെ നിറവും ചുരുണ്ട മുടിയോടെ അല്ലാതെ നേരെയുള്ള മുടിയോട് കൂടിയവനും ആയിരിക്കും എന്നാണ്. ഇസ്രായേലി നബിയായിരുന്ന യഥാർത്ഥ ഈസയുടെ രൂപം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നിറം ചുവപ്പും മുടി ചുരുണ്ടത് ആണെന്നുമാണ്. गंदम സഹീഹ് ബുഖാരിയിൽ വരാനിരിക്കുന്ന മസീഹിനെ കുറിച്ച് ഗോതമ്പിന്റെ നിറവും നീണ്ട മുടിയും എന്നാണ് വിവിധ സ്ഥലത്തും എഴുതിയിട്ടുള്ളത്. जिससे എന്നാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം പറയുമ്പോൾ ചുവപ്പും ചുരുണ്ട മുടിയും എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വരാനിരിക്കുന്ന മസീഹിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറിട്ട ഒരു വ്യക്തിത്വമായാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഗുണമായി പറഞ്ഞത് ഇമാമക്കും മിൻകും എന്നാണ്. ഹദ്റത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറ്റൊരു വ്യക്തിത്വമായാണ് പറഞ്ഞത്. ചില സാദൃശ്യങ്ങൾ കാരണം രണ്ടുപേരെ കുറിച്ചും ഈസബിന് മറിയം എന്ന പേര് നൽകുകയും ചെയ്തു. है और वो ये कि हजरत सल्लल्लाहु अलैहि वसल्लम ने മറ്റൊരു ചിന്തനീയമായ കാര്യം ഇതാണ്. മസീഹ് മൗദിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച സ്ഥലത്തെല്ലാം വെറും ഗോതമ്പിന്റെ നിറവും हिजा बजा जिक्र किया है, मगर നേരെയുള്ള മുടിയും എന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ പല സ്ഥലത്തും ദജ്ജാലിനെ കുറിച്ചും കൂടെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ബനി ഇസ്രായേലിലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊന്നും കൂടെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്നെല്ലാം തെളിയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഈസബിന് മറിയമിനെ കുറിച്ചാണ് പരാമർശിച്ചതെന്നാണ്. दूसरा वो ഒരാൾ ഗോതമ്പിന്റെ നിറവും നേരെയുള്ള തലമുടിയുമുള്ളയാൾ അദ്ദേഹം വെളിപ്പെടുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം ദജ്ജാലുണ്ടാകും. രണ്ടാമത്തെ മസീഹ് ചുവന്നതും ചുരുണ്ട മുടിയോടും കൂടിയതും ബനി ഇസ്രായേലും ആയിരിക്കും. അദ്ദേഹത്തോടൊപ്പം ദജ്ജാൽ ഇല്ല. ഹദ്റത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഷാമിലുള്ള വ്യക്തിയായിരുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. ഷാമിലുള്ളവരെ ഗോതമ്പിന്റെ നിറമുള്ളവർ എന്ന് ഒരിക്കലും പറയാറില്ല. എന്നാൽ ഇന്ത്യക്കാരെയാണ് ഗോതമ്പിന്റെ നിറമുള്ളവർ എന്ന് പറയാറുള്ളത്. ഈ തെളിവുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് വരാനിരിക്കുന്ന ഗോതമ്പിന്റെ നിറമുള്ള മസീഹ് അദ്ദേഹം ഒരിക്കലും ഷാമുമായി ബന്ധപ്പെട്ട ആളല്ല, മറിച്ച് അദ്ദേഹം ഇന്ത്യക്കാരനായിരിക്കുമെന്നാണ്. ക്രൈസ്തവരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഗോതമ്പ് നിറമുള്ള ആളായിരുന്നില്ല എന്നാണ്. പൊതുവിൽ ഷാമിലുള്ളവരെ പോലെ ചുമന്ന നിറമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഹദീസിന്റെ വചനങ്ങളിൽ നിന്നും തെളിയുന്നത് പോലെ വരാനിരിക്കുന്ന മസീഹ് ഒരിക്കലും ഷാമി ആയിരിക്കില്ല എന്നാണ് പറയുന്നു. दूर इकरार करना पड़ेगा ഇക്കാലത്തെ മൗലവിമാർ സത്യസന്ധതയിലും മതത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ मसीह माऊद से 14ാം നൂറ്റാണ്ടിലെ മുജദ്ദിദിന്റെ ജോലി കുരിശുടക്കലാണെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടതായി വരും. ഇത് വാഗ്ദത്ത മസീഹിന്റെ അതേ പ്രവൃത്തിയായിരിക്കെ 14ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് വാഗ്ദത്ത മസീഹ് ആയിരിക്കും എന്നത് സംശയരഹിതമായ കാര്യമാണ്. 14ാം നൂറ്റാണ്ടിൽ മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ പാപങ്ങളും ദുഷ്പ്രവർത്തികളും വളരെയധികം അധികരിച്ചിട്ടുണ്ട്. और फिस्को फजूर भी, यानी बहुत सारे फिस्को फजूर फैले हुए हैं, मसलन शराब खोरी, അതായത് 14ാം നൂറ്റാണ്ടിൽ मगर बगौर नजर मालूम होगा कि इंसान പാപങ്ങള്, ദുഷ്പ്രവർത്തികൾ, അതായത് മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയതെല്ലാം തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കാരണത്തെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ രക്തം इनकी वजह यह है कि ये नजरिया कायम हो गया മറ്റുള്ളവരെയെല്ലാം തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തരാക്കി എന്ന ഇവർ ഉൾക്കൊള്ളുന്ന തെറ്റായ വിശ്വാസമാണ്. ഇന്ന് ഇത്രമാത്രം പാപങ്ങളും കുറ്റകൃത്യങ്ങളും പെരുകാനുള്ള കാരണം
ഇവർ കൊണ്ടു നടക്കുന്ന പാപപരിഹാര സിദ്ധാന്തമാണ്. അതായത് ഈസാ നബിയുടെ രക്തത്തിൽ വിശ്വസിച്ചാൽ പാപങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്നിവർ വിശ്വസിക്കുന്നു. ഇത് കാരണമാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ യൂറോപ്പ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. യൂറോപ്പും അതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെയുള്ള സമൂഹങ്ങളുടെ സഹവാസം കാരണമായി അവരോടൊപ്പം സഹവസിക്കുന്നത് കാരണം ഏകദേശം എല്ലാ സമൂഹങ്ങളിലും തന്നെ നിയന്ത്രണമില്ലായ്മയും സ്വാതന്ത്ര്യവും വർദ്ധിച്ചു വരികയാണ്. ഇത് യൂറോപ്പിൽ മാത്രമല്ല ഉള്ളത്. ഇവർ എവിടെയെല്ലാം പോകുന്നു, അല്ലെങ്കിൽ ഇന്നുള്ള വാർത്താ മാധ്യമങ്ങളായ ടെലിവിഷനും മറ്റു മാർഗങ്ങളും മുഖേന എല്ലായിടത്തും ഈ പ്രവണത എത്തുകയും അവിടങ്ങളിൽ നിർലജ്ജമായ പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ രോഗത്താൽ നശിപ്പിക്കപ്പെട്ടാലും വിപത്ത് അവരെ വിഴുങ്ങിക്കളഞ്ഞാലും ഈ വിപത്തുകളെല്ലാം വരുന്നത് മനുഷ്യന്റെ പ്രവർത്തന ഫലമാണെന്ന ചിന്ത ആർക്കും വരുന്നില്ല. പല വിപത്തുകളും വരുന്നുണ്ട്, ഭൂകമ്പങ്ങളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്. എല്ലാ മനുഷ്യ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ്. എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹം തണുത്തുപോയിരിക്കുന്നു. പ്രതാപമാനായ ദൈവത്തിന്റെ പ്രതാപം ജനഹൃദയങ്ങളിൽ നിന്നും കുറഞ്ഞു പോയിരിക്കുന്നു. ഇക്കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാമും ദുആയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അംഗീകരിക്കാത്തവർ ഇതിലേക്ക് ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. ചുരുക്കത്തിൽ ക്രൈസ്തവരുടെ പാപപരിഹാര സിദ്ധാന്തം യൂറോപ്പിനെ മദ്യപാനത്തിലേക്കും മറ്റെല്ലാ കുറ്റകൃത്യങ്ങളിലേക്കും കൂടുതൽ പ്രേരണ നൽകുകയുണ്ടായി. അതോടൊപ്പം അവരുടെ ഈ കാഴ്ചപ്പാട് മറ്റു സമൂഹങ്ങളിൽ വ്യാപിച്ചപ്പോൾ അവരും ഇവിധ പ്രവൃത്തിയിൽ ധൈര്യം കാണിക്കാൻ തുടങ്ങി. കുറ്റകൃത്യങ്ങളും ദുഷ്കർമ്മങ്ങളും തീർച്ചയായും മാരകമായ പകർച്ചവ്യാധിയാണെന്നതിൽ എന്ത് സംശയമാണുള്ളത്? ഒരു മാന്യയായ സ്ത്രീ ദുഷ്ടരുടെ കൂടെ രാപ്പകൽ കഴിയുകയാണെങ്കിൽ അവർ ദുഷ്പ്രവർത്തികളിൽ അടിപ്പെട്ടില്ലെങ്കിൽ തന്നെയും തെറ്റായ പ്രവർത്തികൾ കണ്ടുകണ്ട് അവരുടെ ഹൃദയം ഏതായിരുന്നാലും മലീമസമാകുന്നതാണ്. കാരണം സഹവാസം സ്വാധീനം ചെലുത്തുന്നതാണ്, ചുറ്റുപാടുകൾ സ്വാധീനം ചെലുത്തുന്നതാണ്. പറയുന്നു, അള്ളാഹുവിന്റെ അഭിമാനം കാരുണ്യവും ആഗ്രഹിച്ചത് വിഷം ചീറ്റുന്ന കുരിശുവിശ്വാസത്തിൽ നിന്നും ലോകരെ രക്ഷിക്കണമെന്നാണ്. ഏതൊരു ദജ്ജാലിയത്തിലൂടെ മനുഷ്യനെ ദൈവമാക്കി മാറ്റിയിട്ടുണ്ടോ ആ ദജ്ജാലിയത്തിന്റെ മറയെ നീക്കിക്കളയണം. 14-ാം നൂറ്റാണ്ടിൽ ഈ വിപത്ത് അതിന്റെ ഉച്ചയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഫضലും കാരുണ്യവും ആഗ്രഹിച്ചത് 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് കുരിശുടക്കുന്നവനായിരിക്കണമെന്ന്. കാരണം മുജദ്ദിദ് വൈദ്യനെ പോലെയാണ്. വൈദ്യന്റെ ജോലി എന്നത് ഏതൊരു രോഗമാണ് മുളച്ചു നിൽക്കുന്നത് അതിനെ പൂർണ്ണമായും പറിച്ചു മാറ്റാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനാൽ കുരിശെടുക്കുക എന്ന വാഗ്ദത്ത മസീഹിന്റെ പ്രവൃത്തിയാണെന്നത് ശരിയാണെങ്കിൽ, 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദിന്റെ പ്രവൃത്തി കുരിശെടുക്കലാണെങ്കിൽ അദ്ദേഹം വാഗ്ദത്ത മസാഹായിരിക്കുമെന്നതിൽ സംശയമില്ല. കുരിശുടക്കൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പറയുന്നു. വാഗ്ദത്ത മസീ എങ്ങനെ, ഏതെല്ലാം മാർഗത്തിലൂടെയാണ് കുരിശുടക്കുക എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടാവുന്നതാണ്. നമ്മുടെ എതിരാളികളായ മൗലവിമാരുടെ വിശ്വാസം പോലെ അദ്ദേഹം യുദ്ധം മുഖേനയാണോ കുരിശുടക്കുക, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെയാകുമോ? ഇതിനുള്ള മറുപടി ഇതാണ്: നമ്മുടെ എതിരാളികളായ മൗലവിമാരിൽ അള്ളാഹു കരുണ ചൊരിയട്ടെ. ഈ വിശ്വാസത്തിൽ അവർ പൂർണ്ണമായും തെറ്റിലാണ്. വാഗ്ദത്ത മസീഹിന്റെ ഡ്യൂട്ടി യുദ്ധം ചെയ്യുക എന്നത് അല്ലേയല്ല, ബുദ്ധിപരമായ തെളിവുകളിലൂടെ ആകാശീയമായ അടയാളങ്ങളിലൂടെയും ദുആ മുഖേനയും ഈ ഫിത്നയെ ഇല്ലാതാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഈ 3 ആയുധങ്ങളാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഈ 3ലും അത്യത്ഭുതമായ ശക്തിപ്രഭാവങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. മറ്റാർക്കും തന്നെ ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തെ നേരിടാൻ സാധിക്കുകയില്ല. അവസാനം ഈ ഒരു രീതിയിലായിരിക്കും കുരിശ് ഉടക്കപ്പെടുക. അങ്ങനെ ഗവേഷണ പടുക്കളിൽ നിന്നും അതിനോടുള്ള ആദരവും മഹത്വവും ഇല്ലാതായിത്തീരുന്നതാണ്. പതുക്കെ പതുക്കെ തൗഹീദ് സ്വീകരിക്കുവാനുള്ള വിശാല കവാടം തുറക്കപ്പെടുന്നതാണ്. ഇതെല്ലാം ഘട്ടം ഘട്ടമായാണ് നടക്കുക. കാരണം അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തികളും തന്നെ ഘട്ടം ഘട്ടമായാണ് നടക്കുന്നത്. ചിലത് നമ്മുടെ ജീവിതകാലത്തും
മറ്റു ചിലത് അതിനുശേഷവും. अलैहिस्सलाम के ഇസ്ലാം പ്രാരംഭത്തിലും ഘട്ടം ഘട്ടമായാണ് പുരോഗതിയുടെ പടവുകൾ കയറിയത്. അവസാനത്തിലും ഘട്ടം ഘട്ടമായി തന്നെ ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചവർ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഴുകേണ്ടത് അവരുടെ കടമ കൂടിയാണ്. തൗഹീദിനെ നിലയുറപ്പിക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ്. कि याद रहे कि इमामुज़्ज़मान के लफ्ज़ പറയുന്നു, नबी ഒരു കാര്യം ഓർമ്മ വെക്കണം. मुजद्दद सब दाखिल हैं। താൻ ഹക്കമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നു. आयत खल्कुल्लाह के लिए मामूल नहीं हुआ। ഒരു കാര്യം ഓർമ്മ വെക്കണം. ഇമാമുസ്സമാൻ, കാലത്തിന് ഇമാം എന്ന വാക്കിൽ നബി, റസൂൽ, മുഹദ്ദസ്, മുജദ്ദിദ് എല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ മാനവരാശിയുടെ മാർഗദർശനത്തിനായി നിയോഗിക്കപ്പെടാത്തവർ മാത്രമല്ല, അവർക്ക് ആവിധ മഹത്വങ്ങൾ നൽകപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വലിമാരായാലും അബദാലുകളായാലും ഇമാമുസ്സമാൻ എന്ന് അവരെക്കുറിച്ച് പറയപ്പെടുകയില്ല. അവസാനമുള്ള പ്രശ്നം ഇതാണ്. പൊതു മുസ്ലിങ്ങൾക്കും പരിത്യാഗികൾക്കും സ്വപ്നദർശികൾക്കും വെളിപാട് ലഭിക്കുന്നവർക്കും അംഗീകരിക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയ ഇക്കാലത്തെ ഇമാമുസ്സമാൻ ആരാണ്? फजल और अनायत से वो इमामुज़्ज़मान അള്ളാഹുവിന്റെ കൃപയോടും അവന്റെ സഹായത്തോടും കൂടി ഇക്കാലത്തെ ഇമാമുസ്സമാൻ ഞാനാണെന്ന് സധൈര്യം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു എന്നിൽ ആ എല്ലാ അടയാളങ്ങളും നിബന്ധനകളും പൂർത്തിയാക്കിയിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ അള്ളാഹു എന്നെ നിയോഗിക്കുകയും ചെയ്തു. അതിന്റെ തന്നെ 15 വർഷം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഇതെഴുതുമ്പോഴുള്ള അവസ്ഥയാണിത്. ഇസ്ലാമിക വിശ്വാസം അഭിപ്രായ ഭിന്നതയിൽ നിറഞ്ഞിരിക്കുന്ന കാലത്താണ് ഞാൻ വെളിപ്പെട്ടത്. ഒരു വിശ്വാസം പോലും അഭിപ്രായ ഭിന്നതയിൽ നിന്നും മുക്തമായിരുന്നില്ല. ഇതേപോലെ മസീഹിന്റെ ഇറക്കത്തിനെ കുറിച്ചും വളരെ തെറ്റായ വിശ്വാസങ്ങൾ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിശ്വാസത്തിലും ഇത്രമാത്രം വൈരുദ്ധ്യമുണ്ടായിരുന്നു. എന്നാൽ ചിലർ ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചു പോന്നും, ചിലർ മരിച്ചെന്ന് വിശ്വസിച്ചും, ചിലർ ബാഹ്യ ശരീരത്തോടുകൂടി ഇറങ്ങുമെന്ന് വിശ്വസിച്ചപ്പോൾ മറ്റു ചിലർ ആലങ്കാരിക അർത്ഥത്തിൽ ഇറങ്ങുമെന്ന് വിശ്വസിച്ചും, ചിലർ ദമസ്കസിൽ ഇറക്കുമ്പോൾ ചിലർ മക്കയിൽ, മറ്റു ചിലർ ബൈത്തുൽ മഖ്ദസിൽ ഇസ്ലാമിക സൈന്യത്തിൽ ഇറങ്ങുമെന്ന് വിശ്വസിച്ചും, ചിലർ ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് വിശ്വസിച്ചും. ചുരുക്കത്തിൽ ഈ വിവിധങ്ങൾ അഭിപ്രായങ്ങളും വചനങ്ങളിലും തീരുമാനം കൽപ്പിക്കാനായി ഒരു വിധികർത്താവ് വരയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനാൽ ആ വിധികർത്താവ് ഞാനാണ്. ആത്മീയമായ രീതിയിൽ കുരിശുടക്കാനും അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എന്റെ വരവിനെ താൽപര്യപ്പെടുകയുണ്ടായി. और यही दलील काफी थी। എന്റെ യാഥാർത്ഥ്യത്തിനു വേണ്ടി മറ്റു തെളിവുകൾ നിരത്തേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം ആവശ്യം സ്വയം ഒരു തെളിവാണ്. കാലഘട്ടം വാഗ്ദത്ത മസീഹിനെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നിട്ടും അള്ളാഹു എന്നെ പിന്തുണക്കുന്നതിനായി പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടുത്തുകയുണ്ടായി. മറ്റു അഭിപ്രായ ഭിന്നതകളിൽ തീരുമാനം കൽപ്പിക്കുന്നതിൽ ഞാൻ വിധികർത്താവായതുപോലെ ഈസാ നബിയുടെ ജീവിത മരണ പ്രശ്നത്തിലും ഞാൻ ഹക്കമാണ്. ഇമാം മാലിക്, ഇബ്നു ഹസം, മുഅ്തസില എന്നിവർ ഈസാ നബിയുടെ മരണത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുന്നു. അഹ്ലെ സുന്നത്തിന്റെ മറ്റുള്ളവർ ഇക്കാര്യത്തിൽ അബദ്ധം പിണഞ്ഞവരാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ ഹക്കം എന്ന നിലയ്ക്ക് പരസ്പരം തർക്കിക്കുന്നവർക്കിടയിൽ ഒരു തീരുമാനം കൽപ്പിക്കുകയാണ്. ഇറങ്ങും എന്ന പൊതുധാരണയിൽ അഹ്ലെ സുന്നത്ത് സത്യത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം മസീഹ് ആലങ്കാരിക അർത്ഥത്തിൽ ഇറങ്ങേണ്ടതാണ്. എന്നാൽ എങ്ങനെ ഇറങ്ങും എന്നതിലാണ് ഇവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇറക്കം അതേ ശരീരത്തോടു കൂടി ആയിരിക്കില്ല, മറിച്ച് ആലങ്കാരികമായിട്ടായിരിക്കും. മസീഹിന്റെ മരണത്തെക്കുറിച്ച് മുഅ്തസില, ഇമാം മാലിക്, ഇബ്നു ഹസം തുടങ്ങിയവരുടെ വിശ്വാസത്തിൽ അവർ സത്യവാൻമാരാകുന്നു. फलम्मा तवफ़ैतनी के मसीह का ഫലമ്മ തവഫൈതനി എന്ന വ്യക്തമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസാ നബിയുടെ മരണം ക്രിസ്ത്യാനികൾ വഴിതെറ്റുന്നതിന് മുമ്പേ നടന്നിരിക്കേണ്ടതാണ്. ഹക്കം എന്ന നിലക്ക് എന്നിൽ നിന്നുള്ള തീർപ്പ് കൽപ്പിക്കലാണിത്. ഈ തീരുമാനത്തെ അംഗീകരിക്കാത്തവർ എന്നെ ഹക്കമായി നിയോഗിച്ചവനെയാണ് അംഗീകരിക്കാത്തത്. താങ്കൾ ഹക്കം ആണെന്നതിനുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇതാണ്. हकम ने इस्लाह करनी थी, वो कौम मौजूद है और जिन निशानों ने उस हकम पर गवाही ഏതൊരു കാലത്തേക്കായിരുന്നുവോ ഹക്കം വരേണ്ടിയിരുന്നത് ആ കാലം ഇവിടെയുണ്ട്. और अब भी निशानों പുരുഷവിശ്വാസം ഉൾക്കൊള്ളുന്ന സമൂഹത്തെയായിരുന്നു അദ്ദേഹത്തിന് സംസ്കരിക്കേണ്ടത്. ആ സമൂഹവും ഇവിടെയുണ്ട്. ഏതെല്ലാം അടയാളങ്ങളാണോ വിധികർത്താവിനെ സാക്ഷ്യപ്പെടുത്തേണ്ടത് ആ അടയാളങ്ങളും ഇവിടെ പ്രകടമാണ്. ഇതെല്ലാം वाले बने ഇപ്പോഴും അടയാളങ്ങളുടെ പരമ്പര തുടർന്നു കൊണ്ടിരിക്കുകയാണ്.
ആകാശം അടയാളം പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഭൂമിയും അടയാളം പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. जिसको हजरत ഇപ്പോഴും കണ്ണുകൾ അടഞ്ഞിരിക്കാത്തവർ അനുഗ്രഹീതർ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ കണ്ണുകൾ തുറക്കുമാറാകട്ടെ. ഹക്കിമിനെ അംഗീകരിക്കുവാൻ അവർ फतुल्लाह रखा है। തയ്യാറാകട്ടെ. പറയുന്നു, मामूली എന്റെ എതിരാളികൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. എന്നെ നബി एक ऐसे शख्स पर തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു ഹസ്തമായി വിശേഷിപ്പിച്ച, അദ്ദേഹത്തിനായി സലാം എത്തിച്ച, ഹക്കം, അദൽ, ഇമാം, ഖലീഫത്തുള്ള എന്നെല്ലാം പേര് വെച്ച അതേ ബാഗ്ദത്ത മസീഹ് ഞാൻ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ ശപിക്കുകയും അദ്ദേഹത്തെ ചീത്ത വിളിക്കുക എന്നതെല്ലാം അനുവദനീയമാണോ? രാജാവോ ആരോ ആയിരിക്കട്ടെ, നിങ്ങളുടെ ആവേശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. എനിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിനും റസൂലിനു വേണ്ടി ചിന്തിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു വാദിയോട് ഇതേ രീതിയിലായിരുന്നോ പെരുമാറേണ്ടത്? ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കേസ് ആകാശത്ത് കൊടുത്തിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ചുണ്ടുകളാൽ പ്രവചിക്കപ്പെട്ട വ്യക്തി ഞാനാണെങ്കിൽ നിങ്ങൾ എന്നെയല്ല മറിച്ച് അള്ളാഹുവിനോട് വലിയ പാപം ചെയ്തിരിക്കുകയാണ്. വരുന്ന വ്യക്തിക്ക് കട്ടതകൾ നൽകുമെന്ന് അദ്ദേഹത്തെ थे और अब तक तुम्हें ശപിക്കുമെന്നും നേരത്തെ തന്നെ എഴുതപ്പെട്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ जिनकी എനിക്ക് നൽകിയ ദുഃഖങ്ങളും യാതനകളും നിങ്ങൾക്ക് നൽകാൻ ധൈര്യം വരില്ലായിരുന്നു. कि वो മസീഹിന് ഇതെല്ലാം നൽകുമെന്ന് നേരത്തെ എഴുതപ്പെട്ടതാണ്. ദൈവത്തിൽ നിന്നും और मसीह से വിരചിതമായ കാര്യങ്ങൾ പുലരുക തന്നെ വേണമായിരുന്നു. നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനായി ആ പ്രവചനങ്ങളെല്ലാം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും കാണാവുന്നതാണ്. मसीह माऊद അതെല്ലാം നിങ്ങൾ നാവുകൊണ്ട് ഉരുവിടുന്നുണ്ടെങ്കിലും എന്നിട്ടും കുഫ്റുവത്വ നൽകി മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. മഹ്ദിയെ കാഫിറാക്കി തള്ളുന്ന ദുഷ്ട പണ്ഡിതർ, മസീഹിനോട് പോരടിക്കുന്നവർ നിങ്ങൾ തന്നെയാണ്. പറയുന്നു, മസീമത് और उसका दोस्त ആണെന്ന വാദമുള്ള വ്യക്തിയാണ് ഞാൻ. ആ മസീഹിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം നിങ്ങളുടെ ഇമാമും ഖലീഫയുമായിരിക്കും. അദ്ദേഹത്തിൽ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സലാം ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ശാപഗ്രസ്തരാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അള്ളാഹുവിന്റെ സുഹൃത്താണ്. അദ്ദേഹം ലോകത്തേക്ക് വേണ്ടി ഹക്കമായി അയക്കപ്പെടുന്നതാണ്. അദ്ദേഹം എല്ലാ വാക്കിലും പ്രവൃത്തിയിലും നീതിമാനായിരിക്കും. ഇങ്ങനെ ആയിരിക്കെ എന്റെ വാദം കേട്ട് എന്റെ അടയാളങ്ങൾ കണ്ട് എന്റെ തെളിവുകൾ ദർശിച്ചുകൊണ്ട് എന്നെ ചീത്ത പറയുകയും പരിഹസിക്കുകയും കളിയാക്കുകയുമാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇതാണോ തഖ്വയുടെ മാർഗം? അടയാളങ്ങൾ പ്രകടമായിട്ടില്ലേ? ആകാശത്ത് നിന്നുള്ള പിന്തുണ പ്രകടമായിട്ടില്ലേ? ഹദീസുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ട കാലവും അടയാളവും എല്ലാം വെളിപ്പെട്ടിട്ടില്ലേ? പിന്നെ എന്തിന് ഇത്രമാത്രം തന്റെ ഇടം നിങ്ങൾ കാണിക്കുന്നു? എന്റെ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, എന്റെ തെളിവുകളും അടയാളങ്ങളിലും വല്ല സംശയമുണ്ടെങ്കിൽ വിനയത്തോടും സതുദ്ദേശത്തോടും ദൈവഭയത്തോടും ഈ സന്ദേഹങ്ങളെ അകറ്റാനായി വരിക. ഞാൻ പലവരും പറഞ്ഞിട്ടുള്ളതാണ്, വരിക, നിങ്ങളുടെ സന്ദേശങ്ങൾ അകറ്റുക. എന്നാൽ ആരും വന്നില്ല. തീരുമാനമെടുക്കാൻ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു. എന്നാൽ ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ ഇസ്തിഹാറ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. करेगा और बड़े जोर और हमलों से उसकी सच्चाई जाहिर कर देगा। കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അവൻ നിങ്ങൾക്ക് യാഥാർത്ഥ്യം എന്തെന്ന് തുറന്നു തരട്ടെ. എന്നാൽ അതും നിങ്ങൾ ചെയ്തില്ല. सकता है कि एक മാത്രമല്ല കളവാക്കുന്നതിൽ നിങ്ങൾ പിന്തിരിയുകയും ചെയ്തില്ല. लोगों तुम खुदा से मत लड़ो, ये वो काम है जो खुदा तुम्हारे लिए അള്ളാഹു എന്നെ കുറിച്ച് പറഞ്ഞത് എത്രമാത്രം വാസ്തവമാണ്. मत हो। ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു. ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ശക്തിമത്തായ തിരിച്ചടികൾ മുഖേന അദ്ദേഹത്തിന്റെ സത്യത്തെ ലോകത്ത് വെളിപ്പെടുത്തുകയും ചെയ്യും. സത്യവാനായ ഒരു വ്യക്തി പാഴായി പോകുമോ? अफसोस के आसमान गवाही दे रहा है। ദൈവത്തിൽ നിന്നുള്ള വ്യക്തി നശിപ്പിക്കപ്പെടുമോ? ഇല്ല. ജനങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പോരിന് പുറപ്പെടേണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസത്തിനുമായി അള്ളാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയാണിത്. നിങ്ങൾ അതിനെ തടസ്സമായി നിൽക്കരുത്. बेइज्जत किया മിന്നൽ പിണറുകളെ നിങ്ങൾക്ക് നേരിടാൻ സാധിച്ചേക്കാം, എന്നാൽ ദൈവത്തെ നേരിടാൻ നിങ്ങളെ കൊണ്ടാകില്ല. ഇത് മനുഷ്യ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരാവശ്യമുണ്ടായിരുന്നില്ല. ഇതിനെ നശിപ്പിക്കാൻ ദൈവം സ്വയം മതിയായിരുന്നു. ദുഃഖമെന്നല്ലാതെ എന്തു പറയാൻ? ആകാശം സാക്ഷ്യം നൽകുന്നു, പക്ഷേ നിങ്ങൾ കേൾക്കുന്നില്ല. ഭൂമി ആവശ്യമാണെന്ന് വിളിച്ചു പറയുന്നു, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിർഭാഗ്യവാന്മാരായ സമൂഹമേ, എഴുന്നേൽക്കും, ഒന്ന് കണ്ണോടിക്കും. ഇസ്ലാം ചവിട്ടിമതിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നസങ്കീർണമായ കാലത്ത് കുറ്റവാളികളെ പോലെ അപമാനിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ കള്ളന്മാരിൽ എണ്ണപ്പെട്ടപ്പോൾ, അത് ഈ അവിശുദ്ധരിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അഭിമാനം വിചിംബ്രിതമാകേണ്ട അവസരമായിരുന്നില്ലേ ഇത്?
ആകാശം ने दरीना खादम सिलसिला थे 16 मार्च को കുമ്പിട്ടുകൊണ്ട് ഇരിക്കുകയാണെന്നും അനൽ മൗജൂദ് ഞാൻ ഉണ്ടെന്ന ശബ്ദം ഓരോ പ്രവൃത്തിയിലും വരുന്ന സമയം വിദൂരമല്ല. അള്ളാഹു മുസ്ലിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്നവരായി അവർ മാറട്ടെ. ഇതിനുശേഷം ഒരു ദുഃഖകരമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ചൗധരി മുബാറക് മുസ്ലിയുദ്ദീൻ സാഹിബ്, അദ്ദേഹം തരീഖ് ജദീദ് വക്കീൽ തൈലീം ആയിരുന്നു. ജമാഅത്തിന്റെ മുതിർന്ന പ്രവർത്തകനിൽപ്പെട്ട ആളായിരുന്നു. മാർച്ച് 16 അദ്ദേഹം വഫാത്തായി. 79-ാമത്തെ വയസ്സിൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1934 ജൂൺ 21-നാണ് ജനിച്ചത്. സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 313 സഹാബിയാക്കളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. 1895 ജൂൺ 5-നാണ് ബയ്യത്ത് ചെയ്തത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശപ്രകാരം കാദിയാനിലേക്ക് പോയി. ദർവേഷാനെ കാദിയാനിൽ ഉൾപ്പെട്ടു. കാദിയാനിൽ തന്നെ അദ്ദേഹം വഫാത്തായി. ബേഷ്തി മക്ബറയിൽ കാദിയാനിൽ മറവ് ചെയ്യുകയും ചെയ്തു. ചൗധരി മുബാറക് മുസ്ലിയുദ്ദീൻ സാഹിബിന്റെ പിതാവ് സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദർശിച്ചിരുന്നു. സൂഫി സാഹിബും വഖഫെ സിന്ദഗി എന്ന നിലക്ക് വിവിധ വകുപ്പുകളിൽ പ്രസ്ഥാനത്തിനായി സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തൈലീമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സൂപ്രണ്ടന്റ് ബോർഡിംഗ് ആയി ജോലി ചെയ്തു. തരീഖ് ജദീദിന്റെ നാസിർ ബൈത്തുൽ മാൽ ഖർച്ചായും സേവനമനുഷ്ഠിച്ചു. സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ നാസിർ ആയ രണ്ടാമനായും എല്ലാം പ്രവർത്തിച്ചു. ചുരുക്കത്തിൽ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിഹുദ്ദീൻ സാഹിബിന്റെ പൂർവ്വ പിതാക്കൾ ഗുജറാത്തിലുള്ളവരായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുട്ടിയെ നേരത്തെ തന്നെ ജമാഅത്തിന് സമർപ്പിച്ചിരുന്നു. 1949 ജൂൺ 18-ന് ഇദ്ദേഹം സ്വയം ജീവിതം വഖഫ് ചെയ്തു. 1949 സെപ്റ്റംബറിൽ മെട്രിക്കിന് ശേഷം 8 വാഖിഫീനെ ഇന്റർവ്യൂവിന് വേണ്ടി ഖലീഫത്തുൽ മസീഹ് സാനി റബുവയിലേക്ക് വിളിച്ചിരുന്നു. അവർക്കുള്ള ചോദ്യപേപ്പർ സ്വയം തയ്യാറാക്കി അവരുടെ പരീക്ഷ നടത്തി ഇന്റർവ്യൂ ചെയ്തു. അതിൽ മുബാറക് മുസ്ലിഹുദ്ദീൻ സാഹിബും ഉണ്ടായിരുന്നു. ചില കുട്ടികളോട് കോളേജിൽ തുടർന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നു. തഅലീമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വരെയാണ് പഠിച്ചിരുന്നത്. ചിനിയോട്ടിലെ ഹൈസ്കൂളിൽ നിന്ന് മെട്രിക് ഫസ്റ്റ് ഡിവിഷനിൽ വിജയിച്ചു. 1953-ൽ തഅലീമുൽ ഇസ്ലാം കോളേജ് ലാഹോറിൽ BSc ചെയ്തതിനു ശേഷം 1956-ൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ MSc മാത്സ് ചെയ്തു. വക്കാലത്തെ ദിവാനിൽ 1956-ൽ ഹാജരായി. തഹരീകെ ജദീദിലാണ് ആദ്യ നിയമനം ഉണ്ടായത്. കുറച്ചു മാസം അവിടെ പ്രവർത്തിച്ചു. പിന്നീട് വക്കാലത്തെ മാലിൽ നിയമിക്കപ്പെട്ടു. ജമാഅത്തിന്റെ വാണിജ്യ സ്ഥാപനമായ ഐഷോ അഫ്രിക്കൻ അതിൽ കുറച്ചുകാലം നിയമിക്കപ്പെട്ടു. 1964-ലെ തുടക്കത്തിൽ തിരിച്ച് തഹരീക് ജദീദിൽ വന്നു. വക്കാലത്തെ മൽ സാനിയിൽ നായിബ് വക്കീൽ സാനിയായി 1972 വരെ ജോലി ചെയ്തു. 1972 മുതൽ 2001 വരെ വക്കീലുൽ മാൽ ആയി സേവനം ചെയ്തു. 2001 മുതൽ മരണം വരെ വക്കീൽ തഅലീം ആയി പ്രവർത്തിച്ചു. ഇതുകൂടാതെ ജമാഅത്തിന്റെ വിവിധ കമ്മിറ്റികളിലും ബോർഡിലും മെമ്പറായിരുന്നു. മജ്ലിസ് കാർപർദാസ് ബേഷ്തി മക്ബറയുടെ മെമ്പറുമായിരുന്നു. നല്ല അഭിപ്രായം പറയാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു. ചിന്തിച്ച് അഭിപ്രായം പറയും. നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. ഏത് കമ്മിറ്റിയിലാണോ അദ്ദേഹം മെമ്പറായിരുന്നത് അതിൽ കൃത്യമായി വരും. മറ്റൊന്ന് എല്ലാം അന്വേഷിച്ച് അതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷമായിരിക്കും അതിൽ വരാറുണ്ടായിരുന്നത്. ഖിലാഫത്തിനോട് വളരെ നല്ല ആത്മാർത്ഥതയും ബന്ധവുമായിരുന്നു. വിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളും മനഃപ്പാടമാക്കിയിരുന്നു. നല്ല ഓത്തായിരുന്നു. ഷൂറയുടെ അവസരങ്ങളിൽ തിലാവത്ത് ചെയ്യാൻ കൂടുതലും അദ്ദേഹത്തിനാണ് അവസരം ലഭിച്ചിരുന്നത്. 57 വർഷം നീണ്ടു നിൽക്കുന്ന സേവനമാണ് ഇദ്ദേഹത്തിന്റേത്. കീഴ്ഘടകങ്ങളായ ഖുദ്ദാമുൽ അഹ്മദിയയിലും ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട്. 1964-ൽ ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയുടെ പേരക്കുട്ടിയായിരുന്നു ഭാര്യ. ഖാരയിലുള്ള ഗുലാം റസൂൽ സാഹിബായിരുന്നു പിതാവ്. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. ഭാര്യ പറയുന്നു, വീട്ടിൽ വരുന്ന അതിഥികളോ ജോലിക്കാരോ നിസാമിനെതിരിലോ
ജമാഅത്തിനെതിരിലോ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ അതിനെ കർശനമായി വിലക്കിയിരുന്നു. ജമാഅത്തിനെതിരിലുള്ള സംസാരം ഒരിക്കലും ഇഷ്ടപ്പെടുമായിരുന്നില്ല. घर में आए मेहमान ഇദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാനിലെ നായിബ് സദർ ആണ്. അവർ പറയുന്നു, എനിക്ക് ലജ്നയുടെ പ്രവർത്തനത്തിനായി സന്ദർശനം നടത്തേണ്ടി വരുമ്പോൾ എന്നെ ഒരിക്കലും തടഞ്ഞിരുന്നില്ല. ജമാഅത്തിന്റെ പ്രവർത്തനത്തിനാണ് മുൻഗണന നൽകിയിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ലജ്നയുടെ ജോലിക്ക് പോയാൽ അവർക്ക് ഭക്ഷണം അവർ സ്വയം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ മൻസൂർ അഞ്ചും സാഹിബ് എഴുതുന്നു, के बांग्लादेश के दौरे में मैंने भिजवाया था इनको ഇദ്ദേഹത്തെ കുറച്ചു വർഷം മുമ്പ് ഞാൻ ബംഗ്ലാദേശിൽ സന്ദർശിക്കാൻ വേണ്ടി അയച്ചിരുന്നു. ഇദ്ദേഹത്തിന് 30 വർഷമായി ഹൃദ്രോഗിയായിരുന്നു. ബംഗ്ലാദേശിൽ പോയപ്പോൾ അവിടെയും ശക്തമായ मैंने इनको फोन किया कि मैं आज രോഗം ഇദ്ദേഹത്തിന് പിടിപെട്ടു. ശ്വാസം തടസ്സപ്പെടാൻ തുടങ്ങി. മകൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ വരാം, കനഡയിൽ നിന്നും ബംഗ്ലാദേശിൽ വരിക എന്നത് എനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, വരേണ്ട ആവശ്യമില്ല, ഉസൂർ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. इनके बेटे हाफिज नासरुद्दीन എന്ത് കാര്യവും कुरान थे കാലത്തിന്റെ ഖലീഫയോട് ചോദിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ ഹാഫിസ് നാസിറുദ്ദീൻ ഹാഫിസെ ഖുർആനാണ്. के पास എഴുതുന്നു, मानते थी എന്റെ ഉപ്പയുടെ അടുത്ത് പലരുടെയും അമാനത്ത് മുതൽ ഉണ്ടായിരുന്നു. जो അമാനത്തുകളുടെയും ചന്തകളുടെയും എല്ലാം കണക്ക് അദ്ദേഹത്തിന്റെ അടുത്താണ് ഉണ്ടാകാറ്. അതെല്ലാം കൃത്യമായി അടക്കുകയും അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ പറയുന്നു, വീട്ടിൽ വല്ല സംസാരവും വ്യക്തിപരമായോ മറ്റോ നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് പറയും, ഞാൻ ഇതിനായി ഉസൂറിന് കത്തയച്ചിട്ടുണ്ട്, മഷറക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും ചോദിക്കുമായിരുന്നു, അത് വീട്ടുകാര്യമായാലും ശരി. वक्फ जिंदगी कभी भी किसी അദ്ദേഹം പറയാറുള്ളത്, വഖഫെ ജിന്ദഗി ഒരിക്കലും ഒരു ഡിമാൻഡും ചെയ്യില്ല. വഖഫെ ജിന്ദഗിയുടെ ഫോമിൽ ഇപ്പോൾ വിവിധ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. വഖഫെ ജിന്ദഗിയിൽ ഞങ്ങൾ ചേർന്നപ്പോഴുള്ള നിബന്ധന ഒന്ന് മാത്രമായിരുന്നു, ഒരു ഡിമാൻഡും ആവശ്യപ്പെടുന്നതല്ല എന്നാണ്. ഇദ്ദേഹത്തിന്റെ കുട്ടികൾ പറയുന്നു, വഖഫെ ജിന്ദഗി ആയ കാരണത്താൽ ഞങ്ങൾക്ക് വല്ലതിന്റെയും കുറവ് വരരുതെന്ന് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സ്വയം കട്ടപ്പെട്ടിട്ടെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമായിരുന്നു. മുസ്ലിഹുദ്ദീൻ സാഹിബിന്റെ പിതാവും വഖഫെ ജിന്ദഗിയായിരുന്നു. ഏക മകനായിരുന്നു മുസ്ലിഹുദ്ദീൻ സാഹിബ്. അദ്ദേഹത്തെ വഖഫ് ചെയ്തു. भी वक्फ जिंदगी थे और उनका इकलौता बेटा थे मुस्लिम साहब, 7 बहनों का ഒരിക്കലും പ്രയാസത്തെക്കുറിച്ച് പരാതിപ്പെട്ടില്ല. कभी ഇദ്ദേഹത്തിന്റെ പിതാവ് तंगी का शिकवा नहीं किया। സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് PSc ആയിരുന്നു. इनके इनके मुस्लिम साहब के वालिद जो थे सूफी गुलाम मोहम्मद साहब, ഇദ്ദേഹം वो സ്കൂളിൽ നിന്നും റിട്ടയർഡ് ആയപ്പോൾ बीटी थे। उनको जब स्कूल से ഖലീഫത്തുൽ മസീഹ് സാനിക്ക് കത്തയച്ചു, ഞാൻ റിട്ടയർമെന്റ് ആയിട്ടുണ്ട്, मैं तो वक्फ जिंदगी ഞാൻ വഖഫെ ജിന്ദഗിയാണ്, मैंने क्या करना है। ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. को ഇതിന് കുറെ കാലം മറുപടിയൊന്നും വന്നില്ല. മുസ്ലിദ്ദീൻ സാഹിബ് इसलिए ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് അവിടെ വസീഫ കിട്ടിയിരുന്നു. പിതാവ് വളരെ കട്ടപ്പാടിലായിരിക്കുമെന്ന് കരുതി അദ്ദേഹം ഹോസ്റ്റൽ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് വീട്ടിന്റെ ചെലവിന് വേണ്ടി വസീഫ ചെലവഴിച്ചു. വളരെ പ്രയാസപ്പെട്ടാണ് ജീവിതം നയിച്ചത്. പിന്നീട് അള്ളാഹു ഫദ്ല് ചെയ്യുകയുണ്ടായി. एक ये वाकया लिखते हैं, ഒരു कहते हैं कि मैं एक दफा സംഭവം എഴുതുന്നു. इस्लामाबाद गया किसी जमाती काम से, ഒരിക്കൽ ഞാൻ ഇസ്ലാമാബാദിൽ मिला था। ജമാഅത്തിന്റെ ജോലിക്ക് ആവശ്യാർത്ഥം പോയി. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കുറെ കാലമായി അദ്ദേഹത്തെ കണ്ടിട്ട്. അദ്ദേഹത്തെ കാണാനായി പോയി. സംസാര മധ്യ അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇപ്പോൾ നായിബ് വക്കീലുൽ മാൽ ആയതുകൊണ്ട് ഇപ്പോൾ ശമ്പളം എത്രമാത്രമാണ്? ജമാഅത്തിന്റെ അവസ്ഥയും നല്ലതാണല്ലോ, ഇപ്പോൾ ശമ്പളം मिलता है കൂടുതലായി ലഭിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചത്.
ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരനാണ്, സെക്രട്ടറി തസ്തികയിലാണ് താങ്കൾ ജോലി ചെയ്യുന്നത്. എന്നാൽ എനിക്ക് കിട്ടുന്നതിൽ വളരെ കൂടുതൽ ബർക്കത്ത് അള്ളാഹു നൽകുന്നുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ രാത്രി ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി, സെക്രട്ടേറിയറ്റിൽ പോകാൻ വേണ്ടി തയ്യാറായി. ഇദ്ദേഹത്തിനും ജമാഅത്ത് തലത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവർ പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്കിവിടെ ടാക്സിക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ടാക്സിയെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടന്നാൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ നടക്കുകയായിരുന്നു. ഒരു വലിയ കാറ് വന്നു, അടുത്തു നിന്നു. ഫ്ലാഗ് കാറായിരുന്നു. അതിൽ നിന്നും ഒരാൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, സെക്രട്ടേറിയറ്റിലെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനോടല്ല ചോദിച്ചത്, ഇദ്ദേഹത്തോടാണ് ചോദിച്ചത്, നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങോട്ടാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ കാറ് നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഈ വാഹനം ആരുടേതാണ്? അപ്പോൾ പറഞ്ഞു, ഇത് ഇന്ന ജനറൽ സാഹിബിന്റെ വണ്ടിയാണ്, ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ അതിൽ കയറി സെക്രട്ടേറിയറ്റിൽ അകത്തേക്ക് കടന്നു. ഫ്ലാഗ് കാർ ആയതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. വേഗം ഗേറ്റ് തുറന്നു തന്നു. അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ടാക്സി കാത്തിരിക്കുകയായിരുന്നെങ്കിൽ 10-16 രൂപ ചെലവാകുമായിരുന്നു. വഖഫെ സിന്ദഗിയെ ഈ രീതിയിലാണ് അള്ളാഹു സഹായിക്കുന്നത്. ഒരു ഫ്ലാഗ് കാർ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തെ എനിക്കറിയില്ല, അദ്ദേഹത്തെ എന്നെയും അറിയില്ല. എന്നോടാണ് ചോദിച്ചത്, നിങ്ങളോടല്ല. ഇത് കാരണം ഗേറ്റിൽ ഒന്നും എഴുതി കൊടുക്കേണ്ടി വന്നില്ല, ചെക്കിങ്ങും ചെയ്യേണ്ടി വന്നിട്ടില്ല. വഖഫെ സിന്ദഗികളെ അള്ളാഹു ഈ രീതിയിലാണ് സഹായിക്കുന്നത്. അത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല തന്റെ ഖുത്ബയിൽ തന്റെ ഒരു സ്വപ്നം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. പറയുന്നു, അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു, ടൂറിസ്റ്റുകളുടെ ഒരു ബസ്സിൽ ഞാനും എന്റെ ചില കൂട്ടുകാരും യാത്ര ചെയ്യുകയാണ്. ഒരു നദി മുറിച്ചു കടക്കാനുണ്ട്. ബസ് യാത്ര എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ബസ് പാലത്തിന്റെ അടുത്ത് വരെ എത്തി നിന്നുപോയി. ബസ്സിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ യാത്രക്കാർ പുറത്തിറങ്ങി അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അതേപോലെ ഖലീഫത്തുൽ മസീഹ് റാബിയും ബസ്സിൽ നിന്നിറങ്ങി, മറ്റു യാത്രക്കാരും ഇറങ്ങി. എന്റെ കൂടെ മറ്റാരാണ് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല. മുബാറക് മുസ്ലിയുദ്ദീൻ സാഹിബ്, വഖഫെ സിന്ദഗി കാർക്കുൻ, തഹരീഖ് ജദീദ്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാനില്ലാത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും കുളിക്കാം. ഞങ്ങൾ രണ്ടുപേരും നദിയിലേക്ക് എടുത്തു ചാടി കുറച്ചുനേരം നീന്തി തിരിച്ചു വരാം എന്നായിരുന്നു എന്റെ ചിന്ത. മുബാറക് മുസ്ലിയുദ്ദീൻ എന്നെക്കാളും അല്പം മുമ്പിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തന്നെ നദി നീന്തി കടക്കാം. നദി നിറഞ്ഞൊഴുകുകയായിരുന്നു. സിന്ധ് നദി നിറഞ്ഞൊഴുകുന്നത് പോലെ ഒഴുകുന്നുണ്ട്, കര കവിഞ്ഞൊഴുകുന്നില്ല. നല്ല നിറഞ്ഞിരിക്കുകയാണ്, നല്ല ശക്തിയായ ഒഴുക്കുണ്ട്. നദി നീന്തി കടക്കാൻ കഴിയുമോ എന്നും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. മുബാറക് മുസ്ലിയുദ്ദീൻ പറയുകയാണ്, തീർച്ചയായും നമുക്ക് നീന്തി കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി. ഞാൻ വലിയ നീന്തൽ അറിയുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് നീന്താനുള്ള ശക്തി എനിക്ക് കൈവന്നു. കുറഞ്ഞ സമയം കൊണ്ട് കുറെ ദൂരം പിന്നിടുകയുണ്ടായി. തിരിഞ്ഞു നോക്കിയപ്പോഴും പിന്നിലുള്ള കര വളരെ അകലെയായി കണ്ടു. 2-4 തുഴ തുഴഞ്ഞപ്പോൾ നദി പൂർണ്ണമായി നീന്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ കരയിലെത്തി. സ്വപ്നത്തിൽ മുബാറക് മുസ്ലിയുദ്ദീനെ മുമ്പിലാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ കരയിലെത്തിയപ്പോൾ ആദ്യം ഞാനാണ് എത്തിയത്, പിന്നീട് അദ്ദേഹം വരുന്നു. അങ്ങനെ ഞങ്ങൾ കരയിലെത്തി. പിന്നീട് ഞങ്ങൾ ചിന്തിക്കുന്നത് എവിടെ നിന്നും പുറത്തു കടന്ന് പുറം ലോകത്ത് എങ്ങനെ എത്തിപ്പെടും എന്നാണ്. ഈ സ്വപ്നം ഇവിടെ അവസാനിക്കുന്നു. പൊതുവിൽ ചിന്തയിൽ വരാത്ത ഒരു സ്വപ്നമാണിത്. സ്വപ്നം അവസാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് പുതിയ ഏതോ സ്ഥലത്തെ വിജയിച്ചടക്കാനുള്ള അള്ളാഹുവിന്റെ സന്ദേശമാണിത്. ഞങ്ങളുടെ കൂടെയുള്ളവർ എന്തിന് പിന്തള്ളപ്പെടുന്നു എന്നും ഞങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ട് മുൻകടന്നു എന്നുമുള്ള കാര്യം എനിക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും ഇതിൽ ഒരു താക്കീതും അടങ്ങിയിട്ടില്ലെന്നും മറിച്ച് ശുഭാർത്തയുള്ളതാണെന്നും മനസ്സിലായി. നദി ബസ് തടഞ്ഞു വെച്ചെങ്കിലും ഞങ്ങളുടെ വഴിയെ അത് തടഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അനുഗ്രഹീത സ്വപ്നമായിരുന്നു അത്. ഇദ്ദേഹത്തെ കൂടെ അതിൽ കാണുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് നോക്കുമ്പോൾ അനുഗ്രഹീത സ്വപ്നമാണിത്. ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള സന്ദേശം ഇതിലുണ്ട്. ദുആ ചെയ്യുന്ന ആളും തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ആളും
സ്വാത്വികനും ആയിരുന്നു. പാവങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരു വ്യക്തി പറയുന്നു, എല്ലാ റമദാനിലും ചില പാവങ്ങൾക്ക്, ദരിദ്രർക്ക് അരിസാധനങ്ങൾ ഞാൻ മുഖേന എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ അത് മറ്റാർക്കും അറിയുമായിരുന്നില്ല. ഓഫീസ് കാര്യങ്ങളിൽ നിയമപ്രകാരമാണ് എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ വളരെ സരളപ്രകൃതനും വിനീതനുമായിരുന്നു. ദരിദ്രരെ സേവിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മക്കൾ നല്ല സാമ്പത്തിക കഴിവുള്ളവരാണ്, സമ്പാദിക്കുന്നവരാണ്. ഇദ്ദേഹത്തിന്റെ സൃഷ്ടി സേവന പ്രവർത്തികൾ അവര് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഒരു മകളെ ഡോക്ടറാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബീനെ കാണാൻ പോയപ്പോൾ പറഞ്ഞത്, പെൺകുട്ടികൾ ഡോക്ടറായി കഴിഞ്ഞാൽ വീട്ടുപ്രവർത്തികളിൽ വളരെ പ്രയാസം നേരിടേണ്ടി വരുന്നു. ഇത്രമാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ആഗ്രഹം അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് ആ കുട്ടി കനഡയിൽ പോയി PhD എടുക്കുകയും അങ്ങനെ ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തു. ഈ രീതിയിൽ അള്ളാഹു ഫള് ചെയ്യുകയുണ്ടായി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജനങ്ങൾ തർക്കിക്കാറുണ്ട്. ഗവൺമെന്റിൽ നിന്നും വല്ല അലവൻസും കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ മാതാപിതാക്കൾ അത് ഞാനെടുക്കും എന്ന് പറഞ്ഞ് ഇവിടെയും അതിനായി തർക്കിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, എനിക്ക് നല്ല മാർക്ക് ലഭിച്ചപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. എന്റെ ഉപ്പ പറഞ്ഞു, നിന്റെ അധ്വാനം കൊണ്ടാണ് നിനക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. നിന്റെ പഠനത്തിനുള്ള ചെലവും താമസത്തിനുള്ള ചെലവുമെല്ലാം ഞാൻ പൂർണ്ണമായും നൽകുന്നതാണ്. ഇത് നിന്റെ തുകയാണ്, വീട്ടിലെ ആർക്കും അതിൽ അവകാശമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇതിന്റെ അർത്ഥം ഞങ്ങളുടേതെല്ലാം തരണം എന്ന് നാളെ കുട്ടികൾ ആവശ്യപ്പെടണമെന്നല്ല. ഏതൊരു കാര്യത്തിനായാണോ പണം ഉള്ളത് അത് അതിനുവേണ്ടി ചിലവഴിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ നൂരി സാഹിബ് എഴുതുന്നു, 1985 മുതൽ ഇദ്ദേഹത്തിന് ഹൃദയരോഗമുണ്ടായിരുന്നു. ജീവിതം അവസാനിക്കാറായെന്ന് തോന്നുന്ന അവസ്ഥകൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു വിവിധ അവസരങ്ങളിൽ മരണത്തിന്റെ വായിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ കേസ് പല സെമിനാറുകളിലും യോഗങ്ങളിലും കേൾപ്പിക്കാറുണ്ട്. ഈ അടയാളങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറയാറുള്ളത്, നിന്റെ രോഗികളുമായി ഇങ്ങനെയുള്ള മുജ്സത്താണ് നടക്കാറുള്ളത് എന്ന്. ബംഗ്ലാദേശിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചിന്താകുലനായിരുന്നു. കാരണം ഞാനാണ് അയച്ചിരുന്നത്. വിവിധ രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു സുഖമായി തിരിച്ചയക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു സുഖമായി തിരിച്ചു കൊണ്ടുവരികയും കുറെ വർഷം ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാനും അള്ളാഹു അദ്ദേഹത്തിന് ഭാഗ്യം നൽകി. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഇബാദുർ റഹ്മാൻ മുറബി സിൽസില എഴുതുന്നു, മാർച്ച് 20 മസീമദ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമിയയിൽ ഇദ്ദേഹത്തിന് പ്രസംഗം വെച്ചിരുന്നു. പ്രിൻസിപ്പാൾ സാഹിബ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ ചൌധരി സാഹിബ് ആംഗ്യത്തിലൂടെ അദ്ദേഹത്തോടും ഈ കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇന്നലെ രാവിലെ 7 മണി മുതൽ 12 മണി വരെ ഇരുന്ന് പ്രസംഗം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു. എല്ലാ പ്രവൃത്തിയും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. ഞാനും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വക്കാലത്തെ മാലിൽ 8 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. പലതും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ഡ്രാഫ്റ്റിംഗ് വളരെ നല്ലതായിരുന്നു. ബജറ്റ് ഉണ്ടാക്കാൻ നല്ല കഴിവായിരുന്നു. രാത്രി 12 മണിവരെയെല്ലാം ഓഫീസിൽ ജോലി ഉണ്ടാകുമായിരുന്നു. മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞ് വീട്ടിൽ പോകാറല്ല, മറിച്ച് കൂടെയിരുന്നു രാത്രി മുഴുവനും ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല ഇഖ്ലാസും കൂറും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കീഴിലാണ് ജോലി ചെയ്തത്. പിന്നീട് ഞാൻ നാസിർ ആല ആയപ്പോൾ അപ്പോഴും അനുസരണത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. ഖലീഫ ആയതിനു ശേഷം ഇഖ്ലാസിലും ആത്മാർത്ഥതയിലും വളരെയധികം വർധനവുണ്ടാവുകയുണ്ടായി. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ. മക്കൾക്കും ഖിലാഫത്തുമായും ജമാഅത്തുമായും ബന്ധപ്പെട്ട് നിൽക്കാൻ സാധിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്.
नमाजों के बाद मैं जिनका जनाजा गायब भी पढ़ाऊंगा इंशाल्लाह। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.